നമസ്കാരം. നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിഫ്റ്റിയുടെ വീക്കിലി അനാലിസിസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ ആഴ്ചയും നിഫ്റ്റിയുടെ വീക്കിലി അനാലിസിസ് ചെയ്യാറുണ്ട്. ഈ ഒരു വീക്കിലും നമ്മൾ നിഫ്റ്റിയുടെ വീക്കിലി അനാലിസിസ് നടത്തി മാർക്കറ്റ് മുമ്പോട്ട് പോകുമ്പോഴത്തേനും ഏതൊരു ഡയറക്ഷനിലാണ് കൂടുതലായിട്ടും പോകാനുള്ള പോസിബിലിറ്റി എന്നും നല്ല സപ്പോർട്ട് റീജിയൻസ്, നല്ല റെസിസ്റ്റൻസ് റീജിയൻസ് ഒക്കെ നമുക്ക് അടുത്ത് നിൽക്കുന്ന ലെവൽസൊക്കെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, കൃത്യമായ ഇൻഫർമേഷന് വേണ്ടി. ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പം നമ്മൾ മന്ത്ലി വ്യൂ ആണ് ആദ്യമേ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. അപ്പം ഈ ഒരു ലാസ്റ്റ് ഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ക്യാൻഡിൽ മെയ് മാസത്തെ ക്യാൻഡിലാണ്. അപ്പം ഈ ഒരു ക്യാൻഡിൽ കംപ്ലീറ്റ് ആയിട്ട് ക്ലോസിങ് വന്നിട്ടില്ല, ബട്ട് നമുക്ക് നല്ലൊരു ബുള്ളിഷ്നെസ് ഈ ഒരു ക്യാൻഡിലിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇതിന് മുമ്പത്തെ ഏപ്രിൽ മാസത്തെ ക്ലിയർ ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ കണ്ടിന്യൂവേഷനാണ് നമുക്ക് മെയ് മാസവും കാണാൻ സാധിക്കുന്നത്. അപ്പം നമുക്ക് വലിയ ടൈം ഫ്രെയിമിൽ മന്ത്ലിയിൽ നമുക്കൊരു പോസിറ്റീവ്നെസ് തന്നെയാണ് ചാർട്ടിൽ കാണാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ വീക്ക്ലി വ്യൂവിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഈ ലാസ്റ്റ് ഫോം ചെയ്തിരിക്കുന്ന ഈ ഒരു ക്യാൻഡിൽ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നെയാണ്. ഒപ്പം നമുക്ക് പ്രീവിയസ്, അതായത് ഈ ഒരു കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ചത്തെ ഒരു ബീറിഷ് ക്യാൻഡിലിൻ്റെ വിക്കിൻ്റെ ഹൈക്ക് മുകളിൽ നമുക്ക് കഴിഞ്ഞ വീക്കിലെ ക്യാൻഡിൽ ക്ലോസിങ് വന്നിട്ടുണ്ട്. അത് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പം ഇനി നമ്മൾ ഈ ഒരു താഴത്തെ ഈ ഒരു റീജിയനിൽ സപ്പോർട്ട് എടുത്തിരുന്നു, ഈ ഒരു റീജിയനിൽ സപ്പോർട്ട് എടുത്തു. ഈ ഒരു സപ്പോർട്ട് റീജിയൻസ് തമ്മിൽ ജോയിൻ ചെയ്ത് നമ്മളൊരു ട്രെൻഡ് ലൈൻ അങ്ങ് ഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും മാർക്കറ്റ് ഇങ്ങനെ വന്ന് ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തു, ഏകദേശം ഈ ഒരു റീജിയനിൽ സപ്പോർട്ട് എടുക്കുന്ന അതിനോട് ചേർന്ന് വന്നിരുന്നു. അതിനുശേഷം ഇങ്ങനെ പതുക്കെ മുകളിലേക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ മാർക്കറ്റിൽ ഒരു പോസിറ്റീവ്നെസ് തന്നെയാണ് മന്ത്ലിയിലും വീക്കിലിയിലും ഒരു ലോങ് വലിയ ടൈം ഫ്രെയിമിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാർക്കറ്റിൽ ഈ ഒരു ട്രെൻഡ് ലൈന് താഴെ നമുക്ക് ട്രെൻഡ് ലൈന് നല്ലൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ ഒരു ട്രെൻഡ് ലൈന് താഴെ നമുക്കൊരു വീക്കിലിയിൽ വലിയൊരു ബോഡിയോട് കൂടി ഒരു ക്ലോസിങ് തരികയാണെങ്കിൽ മാത്രമേ നമ്മൾ മാർക്കറ്റ് ഒരു നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് പോയി, ബീറിഷ് ഡയറക്ഷനിലേക്ക് പോയി എന്ന് നമുക്ക് ഒരു ജസ്റ്റ് ഒന്ന് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അതുവരെ ഈ ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ നിലനിൽക്കുന്നിടം വരെ, ഇത് ബ്രേക്ക് ഡൗൺ തരാതെ നിൽക്കുന്നിടം വരെ നമ്മൾ മാർക്കറ്റിൽ പോസിറ്റീവ് തന്നെയാണ്. ഇങ്ങനെ മുമ്പോട്ടുള്ള മൊമെൻറ്റ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇനി നമുക്ക് ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ഒന്ന് നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ ലാസ്റ്റ് 18,314 ക്ലോസിങ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് തൊട്ട് മുകളിൽ തന്നെ നമുക്കൊരു റെസിസ്റ്റൻസ് കാണാൻ സാധിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ആണ് 18,400 ഈ ഒരു റീജിയൻ. മാർക്കറ്റ് 2022 ഏകദേശം ജനുവരി മാസം 18,400 എന്ന റീജിയനിൽ നിന്ന് ഒരു റിജക്ഷൻ എടുത്തിരുന്നു. അപ്പോൾ നമുക്ക് ഇപ്പോൾ കറൻ്റ്ലി നിൽക്കുന്നതിൽ നിന്ന് 90 പോയിൻറ്റ് മുകളിൽ നമുക്കൊരു റെസിസ്റ്റൻസ് റീജിയനാണ്. അപ്പം ആ ഒരു റീജിയൻ ബ്രേക്ക് ഔട്ട് തരികയാണെങ്കിൽ 18,400 മുകളിൽ നമുക്ക് ഡെയിലിയിലാണെങ്കിൽ ക്ലോസിങ്ങുകൾ കിട്ടുകയാണെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ പിന്നെ അടുത്തുള്ള നമ്മുടെ റെസിസ്റ്റൻസ് റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റീജിയൻ ബ്രേക്ക് ഔട്ട് തരികയാണെങ്കിൽ അതിന് മുകളിലുള്ള റെസിസ്റ്റൻസ് റീജിയൻ എന്ന് പറയുന്നത് 18,600 എന്ന റീജിയനാണ്. 2021 ഒക്ടോബറിൽ നമുക്ക് മാർക്കറ്റ് ഓൾ ടൈം ഹൈ ആയ 18,600 ജനറേറ്റ് ചെയ്ത് താഴോട്ട് പോകുന്നതാണ്. അപ്പം 18,600 എന്ന ലെവൽ നമുക്ക് അതിന് മുകളിൽ കിട്ടും. അതിന് മുകളിലാണ് 18,900 എന്ന മാർക്കറ്റിൻ്റെ ഓൾ ടൈം ഹൈ. അപ്പോൾ ഈ ഒരു ലെവൽസാണ് നമുക്ക് മുകളിലേക്ക് മാർക്കറ്റ് പോകുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവൽസ്. ടോട്ടൽ 3 ലെവൽസാണുള്ളത്, 18,400, 18,600, 18,900. അതല്ല ഇനി താഴോട്ടാണ് മാർക്കറ്റ് വരുന്നതെങ്കിൽ നമുക്ക് ഇപ്പോൾ നിൽക്കുന്നതിനോട് ചേർന്ന് തന്നെ 18,314 ഇപ്പോൾ ക്ലോസിങ് വന്നിരിക്കുന്നത്. അപ്പം ഇതിന് തൊട്ട് താഴെ തന്നെ 18,250 എന്ന റീജിയൻ ഒരു ഇമ്പോർട്ടൻറ്റ് റീജിയനാണ്. അവിടെ നല്ലൊരു കൺസോൾട്ടേഷനൊക്കെ നടന്ന റീജിയനാണ്, നല്ലൊരു സപ്പോർട്ട് റീജിയനാണ് 18,250. അപ്പോൾ 18,250 എന്ന ഈ ഒരു റീജിയൻ, എക്സാക്റ്റായിട്ട് ഈ ഒരു റീജിയൻ, അപ്പോൾ 18,250 താഴെ നമുക്ക് ഒരു താഴോട്ടാണ്, അതിന് താഴോട്ട് ക്ലോസിങ്ങുകൾ തരുന്നുണ്ട്. ഡെയിലിയിലാണെങ്കിലും വീക്കിലിയിലാണെങ്കിലും നമുക്ക് പിന്നെ കുറച്ചും കൂടെ താഴോട്ട് വരാം. കുറച്ചും കൂടെ താഴോട്ടെന്ന് പറയുന്നത് ഏകദേശം 18,000 റീജിയനിലേക്കൊക്കെ വരാം. അപ്പോൾ 18,000 റീജിയനിൽ 18,000, 18,050 റീജിയനിലാണ് ഇവിടെ ഈ ഒരു റെസിസ്റ്റൻസ് ഒക്കെ എടുത്തിരിക്കുന്നത്, ഈ കാണുന്ന റെസിസ്റ്റൻസ്. അപ്പം ഈ ഒരു 2 ലെവൽസാണ് നമുക്ക് താഴോട്ടുള്ളത്. അപ്പം ഈ ഒരു ലെവലിന് താഴെ മാർക്കറ്റ് ക്ലോസിങ് തരുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു ട്രെൻഡ് ലൈനും താഴെ ക്ലോസിങ് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ബീറിഷ് മൂഡിലേക്ക് മാർക്കറ്റ് പോയി എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. അതുവരെ മാർക്കറ്റ് ബുള്ളിഷാണ്. മന്ത്ലിയിലും വീക്കിലിയിലും നമുക്ക് ക്യാൻഡിൽ സ്റ്റിക്കിലും കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റ് ഓൾ ടൈം ഹൈയിലേക്ക് പോകാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ നെക്സ്റ്റ് വീക്കിൽ ചെറിയ കറക്ഷനൊക്കെ ഉണ്ടായേക്കാം. അതിൽ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ മുമ്പോട്ട് പോകുന്നത്. അപ്പം മാർക്കറ്റ്
ഇത്രയും ബുള്ളിഷ് ക്യാൻഡിലുണ്ടായി, ഒരു ചെറിയ കറക്ഷൻ ഉണ്ടായി, പിന്നെ ഒരു ബുള്ളിഷ് ക്യാൻഡിലുണ്ടായി, കറക്ഷൻ ഉണ്ടായി, പിന്നെ ഒരു ബുള്ളിഷ് ക്യാൻഡിലുണ്ടായി, ഒരു പക്ഷേ കറക്ഷൻ ഉണ്ടായി. ഈ ഒരു പാറ്റേൺ കണ്ടിന്യൂസ് ആയിട്ട് വന്നേക്കാം. ബട്ട് മാർക്കറ്റ് ഇപ്പോഴും പോസിറ്റീവായിട്ട് തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആരെങ്കിലും സ്വിംഗ് ട്രേഡിംഗ് ഒക്കെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ലഭിക്കും. അവിടെ പോയി ജോയിൻ ചെയ്ത് അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അത് എല്ലാ ഡീറ്റെയിൽസും ഒന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പഠിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരും കൂടെ ഷെയർ ചെയ്യുക. ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.